ഇപ്പോൾ ദീപ്തി മേരി വർഗീസ് കോൺഗ്രസ് നേതാവ് നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ദീപ്തി മേരി വർഗീസ്, ആശുപത്രിയിൽ നിന്നുള്ള വിവരങ്ങളൊക്കെ ഈ ഘട്ടത്തിൽ ലഭ്യമാകുന്നു. അവിടെ വിദഗ്ധ ഡോക്ടേഴ്സ് MLA ചികിത്സിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. തലയ്ക്ക് പരിക്കുണ്ട് എന്നുള്ള വിവരമാണ് പുറത്തുനിന്ന്, മുറിവുമുണ്ട്. എന്താണ് ദീപ്തി മേരി വർഗീസ് ലഭ്യമായിരിക്കുന്ന വിവരം ആശുപത്രിയിൽ നിന്ന്? ആശുപത്രിയിൽ നിന്നുള്ള വിവരം കൃത്യമായി പറയാനുള്ള സമയമാകുന്നേ ഉള്ളൂ. അവിടെ CT നടന്നുകൊണ്ടിരിക്കുകയാണ്. വെന്റിലേറ്റർ സപ്പോർട്ട് ഉണ്ട്. അപ്പോൾ ന്യൂറോ ഇപ്പൊ എത്തിയിട്ടേ ഉള്ളൂ. ന്യൂറോ സർജൻ എത്തിയിട്ട് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ അതിന്റെ കാര്യങ്ങൾ പറയാൻ കഴിയുള്ളൂ. ഈ അപകടം സംഭവിച്ചത്, ഈ അപകടത്തിന്റെ ഒരു കാരണം സംബന്ധിച്ചുള്ള വ്യക്തതയൊക്കെ ഈ ഘട്ടത്തിൽ വരുന്നുണ്ടോ ദീപ്തി മേരി വർഗീസ്? കാല് സ്ലിപ്പ് ചെയ്ത് വീണു എന്നുള്ളതാണ് ഇപ്പൊ മനസ്സിലാവുന്നത്. അപ്പോ ബാരിക്കേഡ് പിടിച്ചു, ബാരിക്കേഡും കൂടി ഒരുമിച്ച് താഴേക്ക് വീണു എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. നേരത്തെ ഒരു ദൃക്സാക്ഷി നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേർന്നുകൊണ്ട് അതിൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. അദ്ദേഹം വിശദീകരിക്കുന്ന ഈ ബാരിക്കേഡും ഈ വേദിയിൽ ഇവർ ഇരിക്കുന്ന സ്ഥലവും തമ്മിൽ വേണ്ട രീതിയിലുള്ള അകലമുണ്ടായില്ല എന്നുള്ളൊരു വിമർശനം, അതൊരു സുരക്ഷാ വീഴ്ച എന്നുള്ള നിലയിലുള്ള വിമർശനം കൂടി ഉയർത്തുന്നുണ്ട്. അതിനെക്കുറിച്ചൊന്നും ഇപ്പൊ പറയാൻ അറിയില്ല. അതറിയില്ല. ഞാൻ ഹോസ്പിറ്റലിലാണുള്ളത്. ശരി, വളരെ നന്ദി. ശരി, വളരെ നന്ദി ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. ആശുപത്രിയിൽ നിന്നുള്ള വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു കോൺഗ്രസ് നേതാവ് ദീപ്തി മേരി വർഗീസ്. ഇപ്പോൾ അവിടെ CT സ്കാൻ നടക്കുന്നുണ്ട്. അതിനുശേഷം ആശുപത്രി MLAയുടെ ആരോഗ്യനിലയുമായി ബന്ധപ്പെട്ട് ഔദ്യോഗികമായി പ്രതികരിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കളൊക്കെ ആശുപത്രിയിലേക്ക് എത്തിയിട്ടുണ്ട്. അവർ കാര്യങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട്. മന്ത്രി സജി ചെറിയാനും ഈ പരിപാടിയിൽ ഉണ്ടായിരുന്നു. സജി ചെറിയാനും ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്, കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്, വേണ്ട രീതിയിലുള്ള ക്രമീകരണങ്ങൾക്ക് നിർദ്ദേശം നൽകുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആശുപത്രിയിൽ നിന്ന് ഔദ്യോഗികമായി ഒരു പ്രതികരണം, എന്താണ് ആരോഗ്യനില സംബന്ധിച്ചുള്ള പുതിയ വിശദാംശങ്ങൾ എന്ന കാര്യത്തിലൊരു വിശദീകരണം ആശുപത്രിയിൽ നിന്ന് ലഭ്യമാകും. അതിനിടയിൽ മറ്റേതെങ്കിലും ആശുപത്രിയിലേക്ക് മാറ്റേണ്ടതുണ്ടോ, അല്ലെങ്കിൽ വിദഗ്ധ ചികിത്സ മറ്റേതെങ്കിലും തരത്തിൽ നൽകേണ്ടതുണ്ടോ എന്നുള്ള കാര്യത്തിലൊക്കെ അത് സംബന്ധിച്ചുള്ള വിദഗ്ധരാണ് അതിൽ അഭിപ്രായം പറയേണ്ടത്. അതിന് കോൺഗ്രസ് നേതാക്കളൊക്കെ അതിന് കാത്തിരിക്കുകയാണ്. YS അഭിനന്ദ് നമുക്കൊപ്പം വിവരങ്ങളുമായി തുടരുന്നുണ്ട്. അഭിനന്ദ്, തുടരാം. അഭിനന്ദ്. റീജിത, തീർച്ചയായിട്ടും ഇപ്പോൾ ദീപ്തി മേരി വർഗീസ് അടക്കം ഇപ്പോൾ നൽകുന്ന വിവരം തന്നെയാണ് നമുക്കും പറയുവാനുള്ളത്. കാര്യം CT സ്കാൻ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. CT സ്കാന് ശേഷമായിരിക്കും ഇതിനകത്ത് എന്ത് സംഭവിച്ചു, തലയ്ക്ക് ഒരു വശത്ത് ബ്ലഡ് ക്ലോട്ട് ആയിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. അതിനകത്ത് കുറച്ചുകൂടെ വ്യക്തത വരുത്തേണ്ടതുണ്ട്. തലയ്ക്ക് ഇനി ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടോ, അല്ലെങ്കിൽ മറ്റ് വിദഗ്ധ പരിശോധനയ്ക്കായി ഏതെങ്കിലും ആശുപത്രിയിലടക്കം മാറ്റണമോ എന്നതിൻ്റെ ഒരു ഔദ്യോഗികമായ ഒരു പ്രതികരണം ഇനി ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടതുണ്ട്. അതിൻ്റെ നടപടികൾ ഇപ്പോൾ എന്തായാലും പാലാരിവട്ടം റിനെ മെഡിസിറ്റിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.